നാലിടത്ത് അന്വേഷിച്ചോളൂ. നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു. വാരപ്പെട്ടി പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഹരിതസഭ ഉദ്ഘാടനം ചെയ്തു. ശിശുദിനത്തിൽ മാലിന്യ സംസ്കരണ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനും അതിൽ കുട്ടികളുടെ സംഭാവനകൾ ഉറപ്പുവരുത്തുന്നതിനുമായി വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്കൂൾ കുട്ടികൾ ഒത്തുകൂടി. വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന കുട്ടികളുടെ ഹരിതസഭ പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷമായി പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന പദ്ധതിയുമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഇന്ന് ഹരിത സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സ്കൂളുകളിലെയും കുഞ്ഞുങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഇന്നിവിടെ വിതരണം ചെയ്ത മുട്ടായി. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മുട്ടായി വിതരണം എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിന്റെ മുട്ടായി വിതരണം ചെയ്യുന്നത്? നല്ല മുട്ടായിയാണ് കൊടുത്തത്. ആ മുട്ടായി എന്തുകൊണ്ടാണ് വിതരണം ചെയ്തതെന്ന് ചോദിക്കുകയുണ്ടായി. അത് ചോദിച്ചപ്പോൾ എല്ലാവരും ഇവിടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ മിഠായി അതിന്റെ പേപ്പർ വലിച്ചെറിയുന്നുണ്ടോ എന്ന് ഇവിടെ എൻ്റെ ഉദ്യോഗസ്ഥന്മാരും മറ്റെല്ലാവരും നിരീക്ഷിക്കുന്നതാണ്. അത്ഭുതകരമായി പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അതിനകത്ത് അവബോധം ആദ്യമായി സൃഷ്ടിച്ചു കഴിഞ്ഞു. ഒറ്റ കുഞ്ഞുങ്ങൾ പോലും മിഠായി പേപ്പർ വലിച്ചെറിയാതെ പോക്കറ്റിലിടുകയും അത് അതാത് സ്ഥാനത്ത് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തുടർച്ചയായ വർഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും മകളുടെ ഉദാഹരണമാണ്. വിവിധ സ്കൂളുകളിൽ നിന്നായി 245ഓളം കുട്ടികളാണ് ഹരിതസഭയിൽ പങ്കെടുത്തത്. വാരപ്പെട്ടി സർക്കാർ LP സ്കൂൾ, ഇളങ്ങവം സർക്കാർ LP സ്കൂൾ, കോഴിപ്പള്ളി സർക്കാർ LP സ്കൂൾ, THSC ഇഞ്ചൂർ, MBBT ITI, സെന്റ് ആന്റണീസ് LP സ്കൂൾ ഏറാമ്പ്ര, MLP സ്കൂൾ മൈലൂർ, NSS HSS വാരപ്പെട്ടി, മാർത്തമറയം പബ്ലിക് സ്കൂൾ കോഴിപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഹരിതസഭയിൽ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. സ്കൂളുകൾ ഹരിത ബോധവൽക്കരണ സന്ദേശവുമായി നടത്തിയ പോസ്റ്റർ പ്രദർശനം ശ്രദ്ധേയമായി. പ്രദർശനം, അവതരണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ THSC, ഇളങ്ങവം സർക്കാർ LP സ്കൂൾ, കോഴിപ്പള്ളി സർക്കാർ LP സ്കൂൾ എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി MM ഷംസുദ്ദീൻ മാലിന്യ സംസ്കരണ പദ്ധതി പ്രകാരമുള്ള പുരോഗതി റിപ്പോർട്ട് അവതരണവും ഹരിതസഭ നടപടിക്രമങ്ങളുടെ വിശദീകരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KM സെയ്ദ്, MS ബെന്നി, ദീപ ഷാജു, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സ്കൂളുകളിലെ ഹെഡ്മാസ്റ്റർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.